ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ മെയിനായിട്ട് വാർക്കയിൽ, അതായത് വീടിൻ്റെ ആണെങ്കിലും ഫ്ലാറ്റുകളുടെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും പൈപ്പ് നമ്മൾ അതായത് കോൺക്രീറ്റിൻ്റെ അകത്ത് മെയിൻ സ്ലാബിൻ്റെ അകത്ത് പൈപ്പ് ഇടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും, അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് ഇട്ടതിന് ശേഷം എങ്ങനെയൊക്കെ പൈപ്പ് കിട്ടാതൊരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈപ്പ് കാര്യങ്ങൾ യാതൊരു പ്രശ്നങ്ങളില്ലാതെ കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എവിടെയാണോ ജംഗ്ഷൻ, ഇപ്പോൾ ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇനി അതല്ല സീലിങ്ങിൻ്റെ നമ്മൾ ലൈറ്റിനോ ബോക്സുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ, നമ്മൾ ഇടുന്ന പൈപ്പ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് ഏറ്റവും ആദ്യം സ്വീകരിക്കേണ്ടത്. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൈപ്പും കാര്യങ്ങളും ഇട്ടതിന് ശേഷം അവസാനം വാർക്ക് കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലൂടെ സ്പ്രിങ് തള്ളി വയറ് വലിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടാതെ ബ്ലോക്കായി പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് വളരെ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും സേഫ്റ്റിയായ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കമ്പികൾ എന്തായാലും വരും. അതായത് ഒരു ലെയർ കമ്പി താഴെയും വരും, സ്ലാബിൻ്റെ ഏറ്റവും താഴെയും ഒരു ലെയർ കമ്പി ഏറ്റവും മുകളിലും വരും. അതായത് 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് കനമായിരിക്കും നോർമൽ ലെവലിൽ ഒരു വാർക്ക് വരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് വരുന്നത് 2 കമ്പികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ആ 2 കമ്പികൾ ഒരു ലെയർ താഴെ ഉണ്ടാവും, അടുത്ത ലെയർ മുകളിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം കമ്പിയുടെ ഉള്ളിലൂടെ 2 കമ്പികളുടെ മുകളിലത്തെ കമ്പി എന്ന് പറയുന്ന ലെയറിൻ്റെയും മുകളിലത്തെ കമ്പിയുടെയും താഴത്തെ കമ്പിയുടെ ലെയറിൻ്റെ സെൻറ്ററിലൂടെ പൈപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും സേഫ്റ്റിയായ മെത്തേഡാണ്. കാരണം ഏറ്റവും താഴെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പുകൾ നമ്മൾ എല്ലാം വർക്ക് കഴിഞ്ഞതിന് ശേഷം പൈപ്പ് ബാക്കിൽ തെളിഞ്ഞ് കാണാനുള്ള അവസ്ഥയുണ്ടാവും. പിന്നെ മുകളിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ചവിട്ട് കിട്ടാനുള്ള മെത്തേഡ് ഉണ്ടാവും. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് വാർക്ക് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും പൈപ്പിൽ ചവിട്ട് കിട്ടും. ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൈപ്പ് പൊട്ടില്ല. അത് കോൺക്രീറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ചവിട്ട് കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടില്ല, പക്ഷേ പൈപ്പ് ഞെങ്ങിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്ഥലത്ത് നമുക്ക് പൈപ്പുകൾ വ്യാസം കുറയുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും ഞെങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും വയറുകൾ നമ്മൾ അതിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ചിലപ്പോൾ 1-2 വയർ മാത്രമേ കൊണ്ടുപോകുള്ളൂ. 10-15 വയർ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് നമുക്ക് 2 വയറോ 3 വയറേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ പൈപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഏറ്റവും സേഫ്റ്റിയായ മെത്തേഡ് 2, അതായത് താഴത്തെ ലെയറിലെ മുകളിലെ ലെയറിൻ്റെ സെൻറ്ററിൽ കമ്പിയുടെ സെൻറ്ററിലൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റി വരുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പൈപ്പ് എസ് ബെൻഡ് ആകൃതിയിൽ വളച്ച് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും. കാരണം ചില സ്ഥലങ്ങളിൽ ഒറ്റ ലെയർ കമ്പി മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പൈപ്പ് വളച്ചതിന് ശേഷം അങ്ങനെ എസ് ബെൻഡ് അടിച്ചിട്ട് വേണം നമുക്ക് ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത്യാവശ്യം പൈപ്പുകൾ ഉപയോഗിക്കുന്നത് തന്നെ ഹൈ ക്വാളിറ്റി, അതായത് കോൺക്രീറ്റിൻ്റെ അകത്ത് ഇടുന്ന ഹൈ ക്വാളിറ്റി പൈപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഉപയോഗിച്ച നല്ലൊരു ശതമാനം ഈ പൈപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം പൈപ്പിൻ്റെ അകത്ത് ബ്ലോക്ക് ആവുന്ന സ്റ്റേജോ അല്ലെങ്കിൽ പൈപ്പ് കിട്ടാത്തൊരവസ്ഥയോ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചിട്ട് പൈപ്പ് എങ്ങനെ കറക്റ്റായിട്ട് ഇടേണ്ടതെന്നും പൈപ്പ് നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം കംപ്ലയിൻറ്റുകൾ വരുമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.